ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അപേക്ഷകളും യാചനകളുമായി നാം അടുത്ത് വരുമ്പോഴെല്ലാം നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിന് കരുതലിനുമായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നു. അതും ദൈവ തിരുനാമത്വത്തിനായി നമുക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. സങ്കീർത്തന ധ്യാനങ്ങൾ ഓരോന്നും വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തോടും മറ്റുള്ളവരുടെ ജീവിതത്തോടും എല്ലാം ചേർത്ത് ചിന്തിക്കത്തക്കവണ്ണം കോറിയിട്ടിരിക്കുന്നതാണ്. അത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചതും അന്നത്തെ സാഹചര്യത്തിലുള്ളതുമായ പലതും കോർത്തിണക്കിയാണ് സങ്കീർത്തനങ്ങൾ രചിച്ചിരിക്കുന്നത്. ഏതൊരു വ്യക്തിയിലും, അതായത് പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്ന പോലെ, ഞങ്ങൾ കഷ്ടതയിലായിരുന്നത് നന്നായി, കാരണം കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കഷ്ടതയിലായി. ഞങ്ങൾ കഷ്ടതയിലായത്, കഷ്ടതയിൽ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടി, ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ സ്നേഹമെല്ലാം രുചിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുന്നു. ദൈവം സഹായിപ്പാൻ ശക്തനാണെന്നും ദൈവസ്നേഹത്തെക്കുറിച്ചുമെല്ലാം വിവരിക്കാൻ അതവരെ പ്രാപ്തരാക്കി തീർത്തിയതുപോലെ ഇവിടുത്തെ സങ്കീർത്തനം ഇന്നത്തെ 38ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. അവിടെ ഒരു സങ്കടയാചന, ദ പെറ്റീഷൻ, അല്ലെങ്കിൽ ഇത് 38ാം സങ്കീർത്തനം എ പ്രെയർ ഫോർ ഹെൽപ്പ്, സഹായത്തിനായിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. തൻ്റെ ക്ലേശങ്ങളിൽ, തൻ്റെ വേദനകളിലെല്ലാം ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ സംഗതികൾ, തൻ്റെ ജീവിത സാഹചര്യങ്ങൾ, തൻ്റെ അവസ്ഥ എല്ലാം, രോഗവിവരങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു അനുഭവമാണ്. ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ഒരു രോഗി തൻ്റെ വിവരങ്ങളെല്ലാം പറയുക. എന്തിനാ പറയുന്നത്? വെറുതെയല്ല, അതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്നുള്ള ആശയോടെ, അതിന് ഒരു മെഡിസിൻ, ഒരു റെമഡി കിട്ടുമെന്നുള്ള ആശയോടെ വിവരിക്കുന്ന പോലെ ഇവിടെ സങ്കീർത്തകൻ തൻ്റെ ആവശ്യങ്ങളും എല്ലാം, അവലാദികളും എല്ലാം പരിഹാരം വരുന്ന സഹായം ഇറങ്ങി വരുന്ന ആ പർവ്വതത്തിന് മുമ്പാകെ, ആ ദൈവത്തിന് മുമ്പാകെ പകരുന്നതാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിന് ഉത്തരം ലഭിക്കുന്നു, പിന്നെയുള്ള ജീവിതത്തിൽ ഉത്തരം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ചോദിക്കുകയാണ്, യഹോവയെ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുതേ. നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കുനിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഇടപെടാതെ ദുഃഖിച്ച് നടക്കുന്നു, എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച് അത്യന്ന് തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഞരക്ക് നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ നിൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്ക് നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദൈവമാണ് അത് വരുത്തുന്നതെന്ന് എന്നുള്ള ഒരു ചിന്ത അവിടെ വരുന്നുണ്ട്. പക്ഷെ ഓരോ പ്രശ്നങ്ങളും ദൈവം വരുത്തുന്നതാണോ എന്ന് നമ്മൾ ഡിറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ സെൽഫ് എക്സാമിൻ ചെയ്യണം. ദൈവം ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന ദൈവമാണ്, പക്ഷേ നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ഇപ്പോൾ ചില തിന്മകളോ അകൃത്യങ്ങളോ ഒക്കെ വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിനനുസരണമായി അത് നമ്മളെ ഗ്രഹിപ്പിക്കാൻ തക്കോണം ചില വേദനകളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ തിരിച്ചറിഞ്ഞ് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ ദൈവം അതെല്ലാം ക്ഷമിക്കുകയും നമ്മളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവത്തിന് അനുഗ്രഹമായിരുന്ന കാര്യങ്ങളെല്ലാം നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു എന്ന് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ കരമായിരുന്നു, പക്ഷെ ഭാരമുള്ള കൈയായി മാറി. കാരണം എന്താണ്? തൻ്റെ അവസ്ഥ അവിടെ പറയുകയാണ്. എന്തൊക്കെയുണ്ട് അവിടെ? എൻ്റെ പാപം ഹേതുവായി, തുടർന്ന് 4-ാമത്തെ വാക്യം, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ. അപ്പോൾ പാപവും അകൃത്യവുമെല്ലാം, ഭോഷത്വം, ഇതെല്ലാം വന്നുപോയി എന്ന് സങ്കീർത്തനം മനസ്സിലാക്കുകയാണ്. ഇത് സാധാരണ ഇതിലൊക്കെ ചില വലിയ നോമ്പൊക്കെ ചില അനുതാപ സങ്കീർത്തനമായിട്ടാണ് പറയുന്നത്. അനുതാപ സങ്കീർത്തനം, ലമെൻറ്റേഷൻ, വിലാപി, അനുതാപത്തിൻ്റെ സങ്കീർത്തനത്തിലെ പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ക്രൂശിനോട് സദൃശവൽക്കരിച്ച് വരുന്നുണ്ട്. അത് നമുക്ക് ഇത് 2ാമത്തെ പോർഷനായിട്ട് ചിന്തിക്കാം. ഇതിലൂടെ പറയുകയാണ്, ഭാരമുള്ള ചുമടുപോലെ എനിക്ക്, എന്നിട്ട് അവിടെ വിവരിക്കുകയാണ്, തൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, വരൾച്ച നിറഞ്ഞിരിക്കുന്നു, തൻ്റെ ശാരീരിക പോസ്ചർ, അത് അവസ്ഥയൊക്കെ വിവരിക്കുകയാണ്. എന്നിട്ട് 9ാമത്തെ കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്ക് നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും, ഇപ്പോൾ യോസഫ് കണ്ടോ, അതെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും ദൈവം അവന് നൽകിയ സ്വപ്നം അവനൊന്ന് വിട്ടുമാറുന്നില്ല.
അതിലേക്കുള്ള പ്രയാണമാണ്. അതിന് കഷ്ടതകൾ വരുന്നുണ്ട്, ഓരോ പ്രതിസന്ധി വരുന്നുണ്ട്, എതിർപ്പ് വരുന്നുണ്ട്, അസൂയ വരുന്നുണ്ട്, കാപട്യങ്ങൾ വരുന്നുണ്ട്, എല്ലാം. പക്ഷേ ആ പാതയിലേക്കുള്ള പ്രിസൺ ടു പാലസ് എന്ന് പറയും. പ്രിസൺ ടു പാലസ്, അതായത് അല്ലെങ്കിൽ പിറ്റ് ആൻഡ് പ്രിസൺ ദെൻ പാലസ് എന്ന് പറയും. പിറ്റ്, കുഴിയിൽ അവരിടുന്നു, പിന്നെ പ്രിസൺ, പിന്നെ തടവറയിലാവുന്നു, പിന്നെ പാലസിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ വഴികളാണത്. നമുക്ക് ആദ്യം ഇത് മനസ്സിലാകുകയില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നല്ല ആഗ്രഹം, ദൈവത്തിനായുള്ള ആഗ്രഹം, വാഞ്ച, അതെപ്പോഴും നമ്മളുണ്ടായിരിക്കണം. എൻ്റെ ഞരക്ക നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. 10-ാമത്തെ വാക്യം, എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വിഷം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചം എനിക്കില്ലാതെ, എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരൻ്റെ ബാധ കണ്ട് മാറി നിൽക്കും, എൻ്റെ ചർച്ചക്കാരും വന്നു നിൽക്കുന്നു, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവയ്ക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതെ സംസാരിക്കുന്നവർ ഇടപെടാതെ ചതിവ് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടിനെ പോലെ കേൾക്കാതെ ഇരുന്നു, വായു തുറക്കാതെ ഊമനെ പോലെയായിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. യഹോവേ, ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നു, എൻ്റെ ദൈവമായ കർത്താവേ, എന്നീ ഉത്തരം അരുളും. അവിടെ പ്രത്യാശയാണ്. ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളും ഒരു പ്രത്യാശ അവിടെ ഉണ്ടാവുകയാണ്. നമുക്കിനി ഇത് ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ ശരിക്കും ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, യു ഹാവ് വൂണ്ടഡ് മീ വിത്ത് യുവർ ആരോസ്, നീ നിൻ്റെ അമ്പുകൾ കൊണ്ട് എന്നെ മുറിവേൽപ്പിച്ചു എന്ന്. അപ്പം ഈ മുറിവൊക്കെ നമുക്കിവിടെ കാണാം. ഈ വേദനയും രോഗം ശീലിച്ചവനായും ഒക്കെ ഇരുന്നൊക്കെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിൻ്റെ വിവരണത്തിലെല്ലാം ഇത് കാണാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ ഇളയ തൈ പോലെ നിലത്ത് വേര് മുളയ്ക്കുന്നത് പോലെ അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കണോ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. യെശയ്യാവ് 53 വാക്യങ്ങളാണ്. 4-ാമത്തെ വാക്യത്തിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ചുറ്റും കോടി നിന്നവർ അങ്ങനെയല്ലേ പറഞ്ഞ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ. അവൻ എന്തോ വലിയ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ്. യോബിനെ കാണാമെന്ന സ്നേഹിതന്മാർ ഒടുക്കൊരു കൺക്ലൂഷനിലെത്തുന്നത്, ഇവനെന്തോ മഹാപാതകം ചെയ്തു, അതുകൊണ്ട് ഇതൊക്കെ വന്നതെന്ന്. പക്ഷെ അതൊക്കെ ജീവിതത്തിൻ്റെ ശത്രുവിൻ്റെ നേരെ ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റ്, ഒരു സാക്ഷ്യപ്പെടുത്തലാണ് അത് കാണാൻ സാധിക്കുന്നത്. യോബിൻ്റെയൊക്കെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ കാണുക. യേശുവിനെ കുറിച്ച് ദൈവം അവനെ ദണ്ഡിപ്പിച്ചു, ശിക്ഷിച്ചു, അടിച്ചെന്ന് വിചാരിച്ചു. എന്നാൽ അവിടെ എന്താ സംഭവിച്ചു? 5-ാമത്തെ വാക്യം, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹീസ് വൂണ്ടഡ്, അവൻ്റെ അടിപ്പിണൽ, അവൻ്റെ മുറിവുകൾ, അത് നമ്മുടെ സൗഖ്യമായി മാറി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും നാം തൻ്റെ വഴിക്ക് തിരിഞ്ഞു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവനുമേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന ഭാഗം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. അവൻ പീഡനത്താൽ ശിക്ഷാവിധിയാൽ എടുക്കപ്പെട്ടു. അവിടെ നമ്മൾ കാണുകയാണ്, അകൃത്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി വഹിച്ച്, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാരോട് ഇടയിൽ നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ട യേശു 12-ാമത്തെ വാക്യം കാണുകയാണ്. ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. എന്താണ്? ദേഹത്തിൽ സൗഖ്യമില്ല, പിന്നെ എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരൻ ബാധ കണ്ട് മാറി നിൽക്കുന്നു, അവർ ഇടപെടാതെ ചതിവ് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടിനെ പോലെ കേൾക്കാതെ ഇരുന്നു. 13-ാമത്തെ വാക്യം 38-13 സങ്കീർത്തനം. വായു തുറക്കാതെ ഊമനെ പോലെയായിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. അതൊക്കെ ക്രൂശിലേതാ. രോമം കത്തിക്കുന്ന ഭാഗം മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെയായിരുന്നു. എന്നിട്ട് അവിടെ പറയുകയാണ്, അടുത്തത് പ്രത്യാശയുടെയാണ്. യഹോവയെ നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു, എൻ്റെ ദൈവമായ കർത്താവ് നീ ഉത്തരം വരലും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ നേരെ വമ്പ് പറയുമല്ലോ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു, എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഒരു സമയത്ത് ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന്. അവൻ എൻ്റെ വലത്തുഭാഗത്തോടുകൂടി ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന്. 16-ാം സങ്കീർത്തനം. ഇപ്പോൾ ദാവീദിൻ്റെ മുമ്പിൽ ദുഃഖം വന്നിരിക്കുക. എന്നാൽ 51-ാം സങ്കീർത്തനം നമുക്ക് കാണുന്നുണ്ട്, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന്. അവിടെ പാപം മുമ്പിലിരിക്കുന്നു, ഇവിടെ ദുഃഖം മുമ്പിലിരിക്കുന്നു. എന്നാൽ ഇത് രണ്ടും മാറണം. മാറിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ യഹോവയെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ മുമ്പിൽ വരണം. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് പ്രശ്നം. ആ മുമ്പിൽ വരുന്നതിനെ നമ്മൾ തള്ളി ക്രൂശിൻ്റെ പിന്നിലേക്ക് ഇടണം.
തള്ളിയിടാനും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. നമ്മളെ വേദനിപ്പിക്കുന്ന എന്ത് വന്നാലും, പാപമോ രോഗമോ ദുഃഖമോ എന്ത് വന്നാലും അത് നമ്മുടെ മുമ്പിലുണ്ടായിരിക്കാൻ നമ്മൾ തള്ളി ക്രൂശിൻ്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ ക്രൂശിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളിന്ന് മാറിയിട്ട് നമ്മുടെ മുമ്പിൽ ദൈവം വരും, ദൈവ സാന്നിധ്യം വരും. അവിടെ നമ്മൾ കാണുകയാണ്, ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റു പറയുന്നു. കണ്ടോ, അതാണ് അവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. എൻ്റെ ശത്രുക്കളോ ജീവനുമുള്ളവർ എന്നെ വെറുതെ പയക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിന്തുടരുകയാൽ എനിക്ക് വിരോധികളായി. അപ്പോൾ നന്മ പിന്തുടർന്നുകൊണ്ട് അവർ എനിക്ക് വിരോധികളായത്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. ഞാൻ നന്മ ചെയ്തു, പക്ഷെ അവരെനിക്ക് തിന്മയാണ് ചെയ്യുന്നത്. യഹോവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയാകുന്ന കർത്താവേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. അപ്പോൾ തീർച്ചയായും ദാവീദിന് ഉറപ്പാണത്. ഹെൽപ്പ് ലൈൻ അല്ലെ, ഹെൽപ്പ് ലൈനാണ് ഇവിടെ, ഹെൽപ്പ് ലൈനിൽ വിളിക്കുകയാണ്. പക്ഷെ അത് മാനുഷികമായതൊന്നുമല്ല, ഇതൊരു മുടക്കവും ഇല്ലാതെ ദൈവം പ്രാർത്ഥനയായിട്ട് ഉത്തരം വരുള്ളൂ എന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ട്. ക്രൂശിലേക്ക് നോക്കുക, നമ്മൾ ഇതെല്ലാം കാണുക. രോഗം ശീലിച്ചവനായിരുന്നു, നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി രോഗശീലിച്ചവനായിരുന്നു. അല്ല, എല്ലാം എന്തിന്? നമ്മുടെ പകരത്തിന് വേണ്ടി, നമുക്ക് പകരക്കാരനായിട്ട് നമ്മൾക്കിടുന്ന ശിക്ഷ ഏറ്റു. അവൻ്റെ അടിപ്പിണുക നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ദൈവനെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ദൈവസന്നിധിയെ നമ്മളെ തന്നെ അർപ്പിക്കണം. ഏതെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ദൈവം നമുക്കതെല്ലാം ശാശ്വതമായ ഉത്തരവും തരും. അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. തിന്മയ്ക്ക് വേണ്ടി ശത്രു ചെയ്തതെങ്കിലും അത് നമുക്ക് ആത്യന്തികമായ നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ സർവശക്തിക്ക് കഴിയുമെന്നുള്ള വിശ്വാസം. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എവിടെയെങ്കിലും കുറവുകളൊക്കെ വരുമ്പോൾ നമ്മളെ തന്നെ ഒരു സെൽഫ് എക്സാമിൻ, സ്വയം ശോധന ചെയ്ത് മാറ്റേണ്ടോ മാറ്റുവാൻ, ഏറ്റുപറയുവാൻ, എതിർത്ത് നിൽക്കേണ്ടതിന് എടുത്തു നിൽക്കുവാൻ, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുവാനൊക്കെ നമ്മൾ സന്നദ്ധരാകുമ്പോൾ, നമ്മളതിന് സ്വയം തന്നെ സമർപ്പിക്കപ്പെടുമ്പോൾ എല്ലാം തിന്മകളും ശത്രുവിൻ്റെ പിടിയെല്ലാം അയഞ്ഞ് നമ്മൾക്ക് ആന്തരികമായ സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും എല്ലാം നമ്മളെ നിറയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വിലാപത്തിൻ്റെ രട്ടഴിച്ച് സന്തോഷം ഞങ്ങളെ ഉടിപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും രോഗങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളും മുഖാന്തരം ഞങ്ങൾക്ക് വരുന്ന ക്ലേശങ്ങളുമെല്ലാം അത് വേർതിരിച്ചറിഞ്ഞ് എവിടെയാണ് തെറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനൊക്കെ നീക്കുപോക്ക് വരുത്തുമ്പോൾ, ശത്രു വരുത്തിയതാണെങ്കിലും അതിലും ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റുമെന്നുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, എന്തു വന്നാലും എന്തെല്ലാം വന്നാലും ദൈവമേ, നീയാണ് എനിക്ക് സർവസ്വവും, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവെന്ന് പ്രത്യാശയോടെ എപ്പോഴും നിൻ്റെ അടുക്കലേക്ക് വരുവാൻ, ആ ക്രൂശിനു ഭാഗം ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുവാൻ, ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് സങ്കടങ്ങളോ പാപങ്ങളോ തിന്മകളോ എല്ലാം ഒന്നും ഞങ്ങളുടെ മുമ്പിൽ എപ്പോഴും വിഗ്രഹം പോലെ ഇരിക്കാതെ അതിനെല്ലാം തള്ളി അകറ്റിക്കൊണ്ട് നീ ഞങ്ങളുടെ മുമ്പിൽ, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും രാജാവായി വാഴണമേ. അപ്പോൾ എല്ലാറ്റിനെയും മാറ്റുന്ന, സാഹചര്യങ്ങളെ മാറ്റുന്ന അവിടുത്തെ കൃപയ്ക്കായ സ്തുതി, അവിടുത്തെ സാന്നിധ്യത്തിനായ സ്തുതി. യേശുവേ, ക്രൂശിലെ അവിടുത്തെ യാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്നയേറ്റ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുറിവുകളെ ഏറ്റ കർത്താവേ, നിൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു തിരുവെടുത്ത് ഞങ്ങൾ വായിക്കുന്നല്ലോ കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ആകൃത്യങ്ങളും പാപങ്ങളും എല്ലാം ചുമന്നും കൊണ്ട് ക്രൂശിമേൽ കയറിയല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. സമാധാനം അവിടുന്ന് ഉണ്ടാക്കിയല്ലോ. രോമം കത്തിരിക്കുന്ന ഭാഗം ഉണ്ടാകാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവിടെ നായല്ലോ. വായു തുറക്കാതെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കർത്താവേ, കൈവിടപ്പെട്ടവനെ പോലെ അവിടുന്ന് ഞങ്ങൾക്ക് പകരമായി മാറിയല്ലോ. എങ്കിലും ആത്യന്തികമായി ഞങ്ങൾ ചേർത്തുകൊണ്ട് അവിടുന്ന് ഉദ്ധിതനായി ഉയർത്തെഴുന്നേറ്റ് എന്ന് ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാം ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അവിടുത്തെ ഹിതപ്രകാരം നയിക്കണമേ, നടത്തണമേ. ഞങ്ങൾക്ക് സംഭവിക്കുന്നതിൽ കൂടെ എല്ലാം വലിയ പാഠങ്ങൾ ഞങ്ങൾ പഠിക്കുകയും അപ്പോൾ അത് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമാണ് എന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് കാണുന്ന കർത്താവേ. ക്ലേശങ്ങൾ കൂടെ കടന്നുപോയ ഓരോ അവിടുത്തെ സാക്ഷികളും പിൻവരുന്ന തലമുറയ്ക്ക് അത് എഴുതി വെച്ചു. ഞങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഇന്നും അത് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ചോദിച്ചില്ലെന്ന് അത്യന്തവരെ ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് കഴിയുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ.